ഓം ആ ബാധ ഒഴിപ്പിക്കാനുള്ള സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അടങ്ങി നിൽക്കണി. അടങ്ങിയിരിക്കടാ. അത് ശരി. പിന്നെ കളത്തിലേക്ക് തന്നെ കയറി വാ. കളത്തിലേക്ക് തന്നെ കയറി വാ. കുളത്തിന് തന്നെ ഞാൻ കയറി വന്നത്. എന്റെ അമ്മേ, ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്? അയ്യേ, വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് എന്ത് വേണമെന്നാ? എനിക്ക് കിറ്റ് വേണം. എന്താന്ന്? കിറ്റ് വേണം. അയ്യേ, സൗജന്യ കിറ്റ് കിട്ടാത്ത ഏതോ സ്ത്രീയുടെ പ്രേതമാണെന്നാ തോന്നുന്നേ. നീ എങ്ങനെ ഇവളുടെ ശരീരത്തിൽ കയറി? കിറ്റ് എവിടെ വീ കൂടെ കയറി? അത് ചോദിക്കാൻ നീ ആരാ? അടങ്ങി നിൽക്കണി. എന്റെ ഭർത്താവ് പറഞ്ഞിട്ട് ഞാൻ അടങ്ങിയിട്ടില്ല. പിന്നെ നീ ഓം ക്രീം സ്വാഹ. ഓം ക്രീം സ്വാഹ. ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ട്. എടാ കരിമന്തി. അയ്യേ, എന്റെ ഇരട്ടപ്പേര് നിനക്കെങ്ങനെ മനസ്സിലായി? അത് ശരി, നമ്മോടാണ് കളി. എടീ, നിന്നെ ഇവളുടെ ശരീരത്തിൽ നിന്നും ഊരിയെടുത്ത് ആവണിപ്പലകയിൽ ആവണക്കെണ്ണ ഒഴിച്ച് കാരിരുമ്പാണിയിൽ തറച്ചിരിക്കും. നിന്റെ ഇരട്ടപ്പേര് നിന്നെ എപ്പോഴെപ്പോഴും വിളിക്കുന്ന ആരാടാ? അതെന്റെ ഭാര്യയാണ്. അവള് ജീവിച്ചിരിപ്പുണ്ടാ? ഇല്ല, അവള് ചത്തുപോയി. എങ്ങനെ? തൊഴിലുറപ്പിന് പോയി നീണ്ടു നിവർന്ന് കിടന്നുറങ്ങിയത് ഒരൊറപ്പും ഇല്ലാത്ത ഒരു തെങ്ങിന്റെ ചോട്ടില്ല. അതൊടിഞ്ഞ് വീണ് ചത്തതാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായ? നീ ഒരു ഒഴിയാബാധയാണെന്ന് മനസ്സിലായി. പക്ഷെ നിന്നെ ഞാൻ ഒഴിപ്പിച്ചു. ഇല്ല, ഞാൻ ഒഴിഞ്ഞു പോകില്ല. ഇവളെയും കൊന്ന് നിന്റെ രക്തം ഊറ്റി കുടിച്ചിട്ടേ ഞാൻ പോകും. ഞാൻ കൊറോണ ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഊറ്റി കുടിച്ചാ വിവരം അറിയും. എന്ത് ടെസ്റ്റ്? കൊറോണ ടെസ്റ്റ്? അതെന്ത് അറിഞ്ഞൂടെ? മൂക്കി പഞ്ഞി കയറ്റി ഒലത്തിയെടുക്കുന്ന ഒരു ടെസ്റ്റാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കട്ടി വരും. നിങ്ങൾ എന്നെ പേടിപ്പിക്കുന്നു. നിന്നെയും കൊണ്ടേ ഞാൻ പോകും. പെരുന്തച്ഛനെ ഉളി തേക്കാൻ പഠിപ്പിക്കുന്നു. ആവാഹന കുടത്തിലേക്ക് കയറി വാ. ഞാൻ ആരാണെന്ന് മനസ്സിലായ? നീ വടയക്ഷിയാന്നോ? അല്ല, ദാക്ഷായണി. ദാക്ഷായണി ചേച്ചി എങ്ങനെയാണ് ഈ ദുർമരണത്തിൽപ്പെട്ട് മരിച്ചത്? തൊഴിലുറപ്പിന് പോയപ്പോ തെങ്ങ് വീണ് ചത്തതാ. അത് എന്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യമല്ലേ? ഞാൻ തന്നെയാടാ ഇവിടെ ദേഹത്ത് കയറിയിരിക്കുന്നു. ഇമ്പോസിബിൾ. അമ്മച്ചി, ഞാനിത് വിശ്വസിക്കത്തില്ല. എനിക്ക് തെളിവ് വേണം. കരിമന്തി എണ്ണ. എന്തോ പോരേ തെളിവ്? കറക്റ്റാണ്. ഇത് തലേന്ന് ഒഴിഞ്ഞെന്ന് വിചാരിച്ച ഒഴിഞ്ഞു പോകില്ല. നിന്നെ കൊന്ന് നിന്റെ ചോര ഊറ്റി കുടിച്ച് നിന്റെ അസ്ഥികൾ ഓരോന്നായി വലിച്ചോരി നിന്റെ കാലിന്റെ മുറ്റം തല്ലി അടിച്ച് പാഴ്സലായിട്ട് കൊണ്ടുപോയി ഞാൻ. ജീവിച്ച് കൊതി തീരാത്തവനാണ് ഞാൻ. ഇനി നിനക്ക് എന്നോടൊപ്പം ജീവിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇവളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങണ്ട. എവളെയും കൊണ്ടുപോരി. നിനക്ക് എന്റെ കൂടെ കഴിയുകയും ചെയ്യാം, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൂടെ കഴിയുകയും ചെയ്യാം. നിന്റെ ആഗ്രഹം കൊള്ളാം. എടാ കള്ള മന്ത്രവാദി, നിനക്ക് മന്ത്രവാദം അറിയാവാ? അറിയാൻ പാടില്ല. നീ പ്രേതത്തെ കണ്ടിട്ടുണ്ടാ? അമ്മച്ചിയാണോ? കണ്ടിട്ടില്ല. നീ ആരെങ്കിലും ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോ എന്ന് പറയുമ്പോ ആരെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടാടാ? രണ്ട് വാടകക്കാർ ഒഴിഞ്ഞു പോകും. കളത്തിലിരിക്കടാ. പഠിപ്പിക്കരുത്. ചാടിയിരിക്കടാ. നോ പ്രോബ്ലം. ഞാൻ നിരങ്ങി കയറിക്കോ. ഇരിക്കടാ. ആരാ വരുന്നെന്ന് നോക്കിയേ. ആരാ? നീ ലോൺ എടുത്തിട്ട് അടക്കാഞ്ഞേനെ തൊഴിലുറപ്പുകാരി പെണ്ണുങ്ങൾ വേണ്ടേ? ആ അയൽക്കൂട്ടക്കാരത്തി പെണ്ണുങ്ങളെ കൊണ്ട് വരിക. അയ്യോ, ഞാൻ പോയേക്കാവേ. ഞാൻ ഒഴിഞ്ഞു പോയേക്കാവേ. അയ്യോ, ഞാൻ ഒഴിഞ്ഞു പോയേക്കാവേ. കരിമന്തേണ്ണ, അതിനകത്തെ ഒരു വടയക്ഷിയുണ്ട്. അവളെ ഒന്ന് ഒഴിപ്പിച്ചേക്കണേ. കാണാൻ മെനയുള്ളതാണെങ്കിൽ ഞാൻ ഒഴിപ്പിച്ചേക്കാം. ഒന്നാം മൂത്താലും മരം കയറ്റം മറക്കരുത്. പോയേക്കാവേ. ഈ അണ്ണാത്തി ഈ മരത്തെ തന്നെ ശുഭസ്യ ശീക്രം സ്വാഹ.